ഹായ് ഗെയ്സ്, അസ്സലാമു അലൈക്കും. അപ്പം ഇന്ന് ഞാനേ രാവിലത്തെ കുറച്ച് വിശേഷമായിട്ടാണ് വന്നത്. കുറച്ച് കഴിഞ്ഞിട്ടാണ് എടുത്തത്. ഇത് മീൻ പൊരിക്കാനുള്ളതാണ്. പിന്നെ ഇത് ഇന്നലത്തെ ഷവായിൻ്റെ ബാക്കിയാണ് കേട്ടോ. പിന്നെ ഇത് ഞാൻ ഉള്ളിക്കൂട്ടാൻ പറഞ്ഞാണ്ട് മുട്ട റോസ്റ്റൊക്കെ ആക്കിയിട്ട് ഉണ്ടാക്കിയതാണ്. ഇന്ന് ഓട്ടടയാണ് രാവിലത്തെ ചായൻ്റെ കടി കേട്ടോ. അപ്പോൾ ഇന്ന് ഇതൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഇന്ന് വീഡിയോ എടുക്കുന്നത്. പിന്നെ അത് ചായയാണ്. പിന്നെ വെള്ളം കുറച്ചുണ്ട്. അപ്പോൾ വെള്ളം ഫാത്തിമാൻ്റെ കുപ്പിയിലാക്കി വെച്ചിരിക്കണം കേട്ടോ. അനൂസ് വരുന്നതിൻ്റെ മുമ്പ് തന്നെ മദ്രസയിട്ട് വന്നപ്പോൾ. എന്താ ഇവിടെ പ്രശ്നം? ഈ ജീസന്റെ വണ്ടി കൊണ്ട് നടക്കല്ലേ? ഞാനോട് പറഞ്ഞില്ലേ വണ്ടി കൊണ്ട് ഓളെ വണ്ടി കൊണ്ട് കൊടുത്താളാന്ന്. ഇന്നലെ ഒരു ദിവസം കുറവുള്ളൂ വിചാരിച്ചാണ്ട് ഇന്ന് കണ്ടില്ലേ ഗെയ്സ്, ഇന്ന് വീണ്ടും കോലം മാറിയിരിക്കണ്. ഇന്ന് സ്റ്റെപ്പുമ്മലൊക്കെ ഉണ്ട്. ഇന്നിപ്പോൾ ഞാൻ ബെഡൊക്കെ കാണിച്ചു തരാം കണ്ടോ. ഇന്ന് ബെഡിൻ്റെ അവസ്ഥ ഒരു ദിവസം നല്ല മാറ്റം ഉണ്ടായിന്. പിറ്റേ ദിവസം പിന്നെ ഇത് തുടങ്ങിയിരിക്കണ്. എല്ലായിടത്തും സാധനങ്ങളാണ്. മിഞ്ഞാന്നത്തെ അത്ര ഇല്ലെങ്കിലും ഇന്നലത്തേനേക്കാളും കൂടുതലാണ്. ഇവിടെയൊക്കെ നിൽക്കുന്ന സാധനം. ഇനിയിപ്പോൾ എവിടെയൊക്കെയാണ് ഞാൻ കാണിച്ചതെന്നറിയില്ല. ഇതിലങ്ങോട്ട് വന്ന് നോക്കിയാൽ എവിടെയൊക്കെതാ ആകെ നിലത്തുമ്പം തലക്കണിയും കൊണ്ടൊക്കെയാണ് നടക്കുന്നത് അല്ലേ? എന്താ ഇൻസൈഡാക്കിയ കോലം? ബാക്കിൽ ഇൻസൈഡ് ആയില്ല, മുന്നിൽ മാത്രമേ ഇൻസൈഡ് ആയിട്ടുള്ളൂ. ആരാ ഓർത്തില്ല? ഇന്നോ സ്കൂൾ ഇന്നലെ ആരാ മുട്ടായി കൊണ്ടുവന്നീനോ സ്കൂൾക്ക്? മാഷൊക്കെ ഇന്നലെ മുട്ടായി എടുത്ത് ടാറ്റാട്ടൻ അമ്മ കൊണ്ടുവന്ന് കൊടുത്തിനല്ലോ ഇവക്ക് മുട്ടായി. സ്കൂളിൽ നിന്ന് ആരോ കൊടുത്താണ് പറഞ്ഞാൽ ചോക്ലേറ്റിൻ്റെ ഇത്ര വലുപ്പമുള്ള മുട്ടായി. ആരോ കൊടുത്താറില്ല, ഏതൊരു കുട്ടി കൊടുത്താണ് സ്കൂളിൽ നിന്ന് തന്നെ. ഇന്നോളെ ബർത്ത്ഡേ ഇന്നോളെ മുട്ടായി ഉണ്ടല്ലോ. അപ്പം ഇന്ന് മുട്ടായിട്ടോ 40 കുട്ടികളാണ് ഞങ്ങൾ ക്ലാസ്സിലുള്ളത്. 26 26 ഇട്ട് ഇനിയിപ്പോൾ എൻ്റെ ബർത്ത്ഡേക്ക് കൊടുക്കേണ്ടി വരുമോ മുട്ടായി? ഐസി കൊടുക്കുമോ? സമയം എത്രയായി നോക്കട്ടെ. അങ്ങനെ ഞാൻ ഈ തീ പിടിപ്പിക്കാൻ വിചാരിച്ച് വന്നതാണ്. അപ്പോൾ അവിടെ വിറകൊന്നുമില്ല. വിറകൊക്കെ എടുത്ത് കൊണ്ടുവന്നിട്ട് വേണം. ഇന്ന് പുറത്തേക്ക് നോക്കിയിട്ട് വലിയ മഴക്കാറില്ല, വെയിലൊക്കെ അറച്ചൊന്ന് തോന്നുന്നുണ്ട്. കാലാവസ്ഥ നോക്കി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ. ചിലപ്പോൾ നന്നാവും, ചിലപ്പോൾ അങ്ങനെയാണ്. വാതിൽ തുറന്നിർത്താം, വാതിൽ തുറന്നിർത്താം. ക്യാമറ ഓണാക്കിയ പിന്നെ ചിരിച്ചു വന്നോളൂ. എവിടുന്ന് തൈലം കിട്ടിയേ? എപ്പോ? ഇജിന്ന് നേരത്തെ പോയ മദ്രസക്ക്? ജോലപ്പോൾ തന്നെ പോയേ ഷാനിൻ്റെ ഒക്കെ അപ്പോൾ അപ്പോൾ ചൂടുത്തിരിക്കീനി നേരെ അടുക്കളയൊക്കെ എന്തേ? എന്തോ ഒരു ലക്ഷ്യം വിചാരിച്ച് പോയേ എൻ്റെ മദ്രസക്ക്. ചെറിയ പീസ് എടുക്കാൻ പറ്റുള്ളൂ. പൈസാന് ചെറിയ പീസ് എടുത്താൽ എനിക്ക് ചെറിയ പീസ്. എല്ലാവർക്കും വേണ്ട തിന്നാ. ആദ്യം കയ്യിന് സുഖമില്ലെങ്കിലും നേരെ വന്ന അടുക്കളയൊക്കെയാണ്. എനിക്ക് കാണുമ്പോൾ ഉണ്ടാവും എനിക്ക് തോനെടുക്കാൻ തോന്നില്ലേ. ഓനക്ക് കൊടുത്താൽ അത്ര തന്നെ ചുരുത്താൽ. അപ്പോൾ അതാ ഞാൻ അതിൻ്റെ ഇടയിൽ തീ പിടിപ്പിച്ചിരിക്കണം കേട്ടോ. വിറകൊക്കെ കൊണ്ടുവന്നാണ്ട്. വിറകിനാണെങ്കിൽ കത്താൻ കുറച്ച് പണിയുണ്ട്. എന്നും കത്തും പോലെ തന്നെയാണ് കത്തുന്നത്. ഏതായാലും അവിടെ കത്തിപ്പിടിച്ചിട്ട് വിചാരിച്ചപ്പോൾ അതിനാക്കി കൊടുക്കാൻ പോവാണ് കേട്ടോ. ബാവനെ വന്നൂട്. ചാലയിൽ ഇന്ന് വെളിച്ചെണ്ണ ടീല കുളിച്ചപ്പോൾ പതിനൊന്ന് മണിയല്ല 6 മണി. രാവിലെ 11 മണി. ആ അങ്ങനെ 6:11. എന്നാൽ 6 മണിക്ക് ശേഷം എന്നാ പൊട്ടാ പറയല്. 6:11 നല്ല പറയല്. കയ്യിന് മുറിയാവും കേട്ടോ. ആയിട്ടുള്ള എവിടെയോ പോയിക്കല ആ ഷെഡിലെവിടോ. 6 മണിയാകുമ്പോൾ ഇങ്ങോട്ട് വരും. ഇപ്പം പറയണത് അത്യപ്പം ഇറങ്ങണ സമയമാകുമ്പോൾ ആയിട്ടുള്ളൊക്കെ ഇറങ്ങും കേട്ടോ. എല്ലായിടത്തും കൂടി പോകണതാണ്. ആ മുറ്റത്ത് കൂടി അതിൽ ഇതിലൊക്കെ നായ്ക്കൾ പോകണതാണ്. ഇവൻ ഒറ്റക്ക് പോകുമ്പോൾ ഞാൻ ഇവനെ മറ്റോളിപ്പോൾ പോയാൽ മതി. ഓ നേരത്തെ പോകാൻ വേണ്ടി പായും. ഓല് കുറച്ച് കഴിഞ്ഞിട്ട് ഇവന് നേരത്തെ എത്തണം. പക്ഷെ ഇവനെത്തിയാലും ചിലപ്പോൾ പുസ്തകം നടത്തലില്ല. രാവിലെ തന്നെ പുസ്തകന്മാരായാലും നേരത്തെ വരുമൊന്നുമില്ല.
പിന്നെ ഇവിടെ ആകെ ഒരു ഉസ്താദുമല്ലേ ഉള്ളൂ, എപ്പോൾ വന്നാലും കാണൂലല്ലോ. ആ 1ഉം 2ഉം ഉള്ളൂ. 1 കഴിഞ്ഞിട്ടാണ് 2 കഴിഞ്ഞിട്ടാണ് 1. ആ രാവിലെ 6:15 അങ്ങനെ. ആ എല്ലാ വിഷയം എടുക്കും. 6:15 7:40 വരെ ഇവനെടുക്കും. പിന്നെ 8 മണി തൊട്ട് 9 മണി വരെ മറ്റവർക്ക് കൊടുക്കും. ഇനിയിപ്പോൾ അടുത്ത കൊല്ലം കുനിയിലെ മദ്രസക്കാണേ, 3ാം ക്ലാസ്സിക്ക്. എങ്ങനെ പോയിപ്പോൾ മറ്റവരൊക്കെ പാടെ ഓട്ടോറിക്ഷ ഏൽപ്പിച്ചാന്നൊക്കെ പറയുന്നുണ്ട്. നിച്ചു ഇങ്ങോട്ട് തന്നെയല്ലോ, ഓക്ക് ഇവിടെ 2ാം ക്ലാസ് കേൾക്കാറുള്ളൂ. ഏയ് ഇസ മോളെ ഇവിടെ വാ, അവള് പൂ പറിച്ചാൻ പോവാ. ആ പൂ കണ്ടാവുന്ന് പറിച്ചണം. ആ കുയ്യക്ക് പൂ കിട്ടോ തെങ്ങിൻ്റെ? അപ്പോൾ ആ കുയ്യോ നോക്ക് ഓർമ്മ ഉണ്ടാവില്ല. ബുക്കിട്ടെ വളക്കി. ഞാൻ അതിന് രാവിലെ തന്നെ പമ്പേഴ്സ് ഇട്ട് കൊടുക്കും കേട്ടോ. അതുകൊണ്ട് മൂത്രം കഴിക്കാൻ നേരത്തെ ആ പമ്പേഴ്സ് ഊരി എറിഞ്ഞാണ്ട് അപ്പുറത്താണ് മൂത്രം വെച്ചു. ഇപ്പം അങ്ങനത്തെ ഒരു പരിപാടി ഒടുങ്ങിനേന്. എന്തൊരു പിരാന്തത്തിയാണ്. അപ്പോൾ ഇട്ട് മനസ്സിനെ കെത്തി എടുക്കും. ഇവിടെ ചീച്ചു വെച്ചിട്ട് വന്ന് പറയും ചീച്ചു വെച്ചിന്ന്. അപ്പം എന്നിട്ട് കാര്യമല്ല, നമ്മളെ ഇടങ്ങേറാക്കിയിട്ടാണ് അപ്പം ആ പരിപാടി. അങ്ങനെ അതാ ഫാദിമോന് സ്കൂൾക്ക് പോയിക്കണം കേട്ടോ. അതിൻ്റെ ഇടയിൽ വർത്താനം പറഞ്ഞതിൻ്റെ ഇടയിൽ അങ്ങനെ ഓൻ പോയി കഴിഞ്ഞ് ഞങ്ങൾ വരയിലെത്തി. ഞാനും ഇസുമോളും കൂടി ചായ എടുക്കാൻ വിചാരിച്ചു. അപ്പോൾ ഷവായിൻ്റെ ബാക്കിൻ്റെ അതിന് ചട്ടിയിൽ ആ ചട്ടിക്ക് ഓർഡറായിട്ടാണ് തിന്നാണ് കേട്ടോ. ഉള്ളിക്കൂട്ടാനുണ്ട്, അത് വേണമെങ്കിൽ തിന്നാമെന്ന് വിചാരിച്ചിട്ടോ. പക്ഷേ അതൊന്നും ഞങ്ങൾ എടുത്തിട്ടില്ല. ഇതിലേനിട്ട് തിന്നാൻ മാത്രം ഉണ്ടായിന് കേട്ടോ. ഇതിനെ കായൊക്കെ പാടെ കൂട്ടുമ്പോൾ. അപ്പോൾ ഷവായും മോട്ടടിയും എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ. അതിൻ്റെ കുറേ എല്ലുകൾ മാത്രമാണ്, ഇറച്ചികളൊക്കെ ഒരു തിന്ന് പോയിക്കണം കേട്ടോ. എന്നാലും അതിൻ്റെ ചെറിയ കായൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ രണ്ടാളും കൂടി തിന്നാണ്. അപ്പോഴാണ് നിങ്ങൾക്ക് ഓർമ്മ വന്നത് ഫ്രിഡ്ജിൽ ഇതിൻ്റെ മസാലകളൊക്കെ ഉണ്ടായിനിന്ന്, മയോണൈസും അതിൻ്റെ തക്കാളിൻ്റെ അതും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായിന് കേട്ടോ. അങ്ങനെ ഞാൻ അതൊക്കെ ഇതിലേക്കാണ്ട് ഒഴിച്ചു കൊടുത്താണ്ട് ഇതൊക്കെ കൂട്ടി തിന്നാണ് കേട്ടോ. അതിൽ ആ തക്കാളി സോസിൻ്റെ സാധനം ഉണ്ടല്ലോ, അത് നല്ല മധുരമാണ് കേട്ടോ, എന്നാലും ടേസ്റ്റൊക്കെ ഉണ്ട്. ഇങ്ങനെ കൂട്ടി തിന്നാൻ ഓട്ടടേക്കും നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ സംഭവം കുറച്ച് അധികം ഉണ്ടാവും കേട്ടോ. മയോണൈസ് പിന്നെ എല്ലാവരും മുക്കി പറഞ്ഞ് വേഗം തീർക്കുന്നു. ജീതമോൾ ഇത് അവിടെ ഇരുന്നിട്ട് മയോണൈസ് ഉണ്ടോ തിന്നുന്നത്. ഒക്കെ മയോണൈസ് ഭയങ്കര ഇഷ്ടമായിക്കണം, പക്ഷെ അധികം കൊടുക്കാൻ പറ്റൂലല്ലോ. അങ്ങനെ തന്നെ ഞാൻ മീൻ കായം കൂട്ടി വെക്കട്ടെ വിചാരിച്ചു. ഇത് ഫ്രിഡ്ജിലേനി എടുത്ത് വെച്ചിട്ട് കുറച്ച് നേരമായി. അപ്പം ഇനി കുറച്ച് നേരം കൂടി വെച്ചാൽ ചിലപ്പോൾ അത് വെച്ചാൽ കേടരിക്കാറിട്ട് പൊരിച്ചാൽ. അപ്പം ഞാൻ വിചാരിച്ചു ഇത് കായം കൂട്ടിയിട്ട് ഇവിടെയുള്ള പാത്രങ്ങളൊക്കെ കഴുകി വെക്കാമെന്ന്. കുറച്ച് പാത്രമേ ഉള്ളൂ. കഴിഞ്ഞോ? ഇല്ല കഴിഞ്ഞു. ഓയ് ചായ കഴിഞ്ഞു. നീ വെള്ളം വേണോ? വെള്ളം വേണോ? എത്ര ജാഗ നനഞ്ഞിക്കണ്? അല്ല ഉപ്പായൊക്കെ നനഞ്ഞ എങ്ങനെ? ഉടുപ്പൊക്കെ നനഞ്ഞ എങ്ങനെ? എങ്ങനെ നനഞ്ഞേ? അങ്ങനെ അത് അടുക്കളയിലുള്ള പാത്രമൊക്കെ കേക്ക് വെച്ച് ഇവിടേക്ക് വൃത്തിയാക്കി ഞാൻ ഈ മീനൊക്കെ കായം കൂട്ടി വെച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതൊന്നും വീഡിയോ എടുത്തില്ല. ഈ ട്രൈപ്പോഡൊക്കെ ഉണ്ടായാൽ പിന്നെ നമുക്കത് വെക്കണതൊക്കെ അങ്ങനെ വീഡിയോ ഒക്കെ എടുക്കട്ടോ. പക്ഷേ ട്രൈപ്പോഡ് ഇല്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ കയ്യിൽ നിന്ന് തന്നെ എടുക്കണമല്ലോ. അപ്പം ഞാൻ പിന്നെ പെട്ടെന്ന് അതൊക്കെ ചെയ്ത് വെച്ചിട്ടോ. എന്താ വേണ്ടി? എന്താ വേണ്ടി? എന്താ വേണ്ടി? ഇവിടെ പൂച്ച ഇവിടെ ഇവിടെ അതിലെ പോയോ? കാണിച്ചോണ്ട് അമ്മച്ചിക്ക്. ഇവിടെ പൂച്ച. ഇവിടെ പാത്രം കേക്കലൊക്കെ കഴിഞ്ഞിരിക്കണു ക്രീസ്. ഇവിടെ പൂച്ച കാണാല്ലേ? ഇവിടെ കാണാനല്ല. അപ്പോൾ ഒരു പൂച്ച അവിടെ ഉണ്ടായിട്ട് ഞാൻ വരുന്നുണ്ട്. ആ പൂച്ച പോയതാട്ടോ. അങ്ങനെ തീയുടെ ഏകദേശം മുറ്റുന്ന നല്ലോണം കത്തുന്നുണ്ട്. അപ്പോൾ പൈനുള്ള വെള്ളമൊക്കെ വെച്ച് അവിടെ റെഡിയാക്കി വെച്ചിരിക്കണം. അപ്പോൾ ഇന്ന് വെയിലാണെന്ന് പറഞ്ഞിട്ട് ചെറുതായിട്ട് മഴയൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. മഴ പെയ്യുന്നതുകൊണ്ട് വെയിലടിച്ചതുകൊണ്ട് അങ്ങനെ ഒരു കാലാവസ്ഥയാണ് ഇന്ന്. കാണാനല്ല. പിന്നെ അത് ഈ അയലുമലുള്ളത് മുഴുവൻ തിരുമ്പാനുള്ളതാണ് കേട്ടോ. ഇത് ഈ കുഞ്ഞാവങ്ങനെ ആലേക്ക് പോകുമ്പോൾ ഇങ്ങനെ ഓരോന്നും ആ തലക്ക തൊട്ടി തലവരെ കഴിച്ചിട്ട്. അപ്പോൾ എന്നും ഇങ്ങനെ ഇവിടെ ഉള്ളതാണ് തോനെ തിരുമ്പാനുണ്ടാവല്. പിന്നെ ഈ സ്റ്റെപ്പുമ്പോലും ഇവിടെയൊക്കെ ഒന്ന് പൊറുക്കാനുണ്ട് കേട്ടോ കുറച്ചൊക്കെ. പിന്നെ ഈ ബെഡൊക്കെ ഒന്ന് നന്നാക്കാനുണ്ട്, അങ്ങനത്തെ പണികളൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ വാഷിംഗ് മെഷീനിക്ക് തിരുമ്പാനുള്ളതൊക്കെ പൊറുക്കിയിടത്തെ വിചാരിച്ചിട്ട് അത് പൊറുക്കിയിടാൻ പോകാനുണ്ട്. പിന്നെ കുറച്ചൊക്കെ ഇവിടെ നിന്ന് പൊറുക്കിയേക്കാൾ കാരണം മദ്രസത്തെ ബാഗും സാധനങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ പൊറുക്കി വെക്കണം. ഇസമോൾ ഇത് അവിടെ കയറി കുത്തിരിക്കുകയാണ് കേട്ടോ. പിന്നെ അത് അവളോട് വർത്താനം പറഞ്ഞാൽ നേരം പോണേ അറിയില്ല. ഞാൻ വാഷിംഗ് മെഷീനൊക്കെ പൊറുക്കിയിട്ട നേരം കൊണ്ട് ഓളത് അവിടെ കയറി കുത്തിരിക്കുകയാണ് കേട്ടോ. ഫുള്ള് നനഞ്ഞിക്കണ്. പിന്നെ അവളെ മേലെ പല സാധനങ്ങളുണ്ട്, ഞാൻ കാണിച്ചു തരാം. വാഷിംഗ് മെഷീനിലുള്ളത് ഞാനവിടെ തിരിച്ചിട്ടതാണ് കേട്ടോ. ഇവിടെ മേലിതാ എന്തൊക്കെയാണ് ഇവിടെ മേലുള്ളതെന്ന് ചോദിച്ചാൽ പയ്യന് കൊടുക്കാനുള്ള കാൽസ്യത്തിൻ്റെ വെള്ളമുണ്ട്, അതിലോള് കളിച്ചേന്.
കാൽസ്യത്തിൻ്റെ വെള്ളമല്ല, ഒരു ജെല്ലാണ്. ആ ജെല്ലിൽ കഴിച്ച് ഫുള്ളുണ്ട്. പിന്നെ അത് ഓട്ടയുടെ തിന്നാണ്ട് തലയിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് കുളിച്ചുമ്പോൾ പോവ് വയ്ക്കും, ഞാൻ ഒരുക്കുമ്പോൾ വെള്ളമൊക്കെ ആകുമ്പോൾ പോകുമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അല്ലാതെ അത് കിട്ടണില്ല, ഓളം മുടി അല്ലെങ്കിൽ ഓരോയുള്ള മുടിയാണ്, അതിന് കിട്ടണമില്ല കേട്ടോ. പിന്നെ കുപ്പായത്തിൽ ഇതാ കാൽസ്യം തിന്നു. ഞാൻ ഈ വീഡിയോ എടുക്കണ കണ്ടിട്ടാണ് ആ മാടി പൊന്നിച്ചൊക്കെ കാട്ടി തരുന്നത് ടൂള് ചിരിച്ചണുണ്ട്. അങ്ങനെ വാഷിംഗ് മെഷീനിലുള്ളതൊക്കെ ഇവിടെ കറക്കാട്ടിട്ട് ഞാനിവിടെ അകത്തേക്ക് വന്നിന്. അപ്പോൾ അതിന് ഞാൻ ഇവിടെ വേറെ പണിയൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നു കേട്ടോ. മുഴുവനായിട്ടൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ കഴിയില്ലല്ലോ. ഞാനിതാ മീൻ പൊരിച്ചാൻ തുടങ്ങിയിരിക്കണേ. പരിപ്പിൻ്റെ കറി കുക്കറിൽ ഇട്ടിരിക്കുന്നു കേട്ടോ. ഏറും ഇവിടെ പരിപ്പ് മിക്സ് ചെയ്ത കറി തന്നെ ഉണ്ടാവില്ല. എന്നാൽ പെട്ടെന്ന് കജ്ജുള്ള വിചാരിച്ചാൽ ഞാൻ പരിപ്പിൻ്റെ കറി തന്നെ വെക്കൽ. പരിപ്പൊക്കെ ഓരോന്നിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കലാട്ടോ. അങ്ങനെയാണ് അധികം ഞാൻ വെക്കൽ. പിന്നെ കറി തരേണ്ട ആവശ്യം ഉണ്ടാവുകയില്ല. പിന്നെ തക്കാളി കറി അങ്ങനത്തെ പലതും ഉണ്ടാക്കലുണ്ട് കേട്ടോ. പിന്നെ വീഡിയോ എടുക്കണമെന്ന് പ്രത്യേകിച്ച് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവലാണ്. അപ്പോൾ ഇന്നിതാ ചെറുതായിട്ട് മഴയൊക്കെ ഇങ്ങനെ പെയ്താണ്ടും വെയിലറച്ച് നിൽക്കുന്ന കാലാവസ്ഥയാണെന്ന് പറഞ്ഞില്ല, അതേപോലെ തന്നെയാണ്. ഇന്നിതാ ചോറിനുള്ള വെള്ളമൊക്കെ പെട്ടെന്ന് തന്നെ തളിച്ച് വേഗം കത്തിക്കണം കേട്ടോ ഒന്ന് തീയൊക്കെ. അതുകൊണ്ടില്ല ചോറ് ഇതാ അവിടെ കടന്ന് തന്നെ ആവും കേട്ടോ. പിന്നെ കറിയുടെ അടുപ്പത്തിൻ്റെ മീനവിടെ പൊരിക്കുന്നുണ്ട്, ഉപ്പേരിയൊന്നും ഞാൻ ഉണ്ടാക്കണില്ല. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്ര വീഡിയോ തന്നെ ഉള്ളൂ. ഞാൻ കുറച്ച് വീഡിയോ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എന്തെങ്കിലും അടുത്ത വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.